പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സുമാതിസ് പേരൻസ് ഡാഷ് വിസിറ്റഡ് ദ താജ്മഹൽ. ആൻസർ എന്ന് പറയുന്നത് ഹാവ് ആണ് വരുന്നത്. സുമാതിസ് പേരൻസ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ നൗൺ ആണ്, അപ്പോൾ പ്ലൂറൽ വെർബ് വരണം, അപ്പോൾ ആൻസർ ഹാവ് വരും. അടുത്ത ക്വസ്റ്റ്യൻ ഹെലൻ ഓഫ് ട്രോയ് വാസ് കൺസിഡേർഡ് ആസ് ദ ഡാഷ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്. ആൻസർ വരുന്നത് മോസ്റ്റ് ആണ്, കാരണം ദി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്, അപ്പോൾ ആൻസർ മോസ്റ്റ് വരും. ഐ സോ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗേറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് മാറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആൻസർ ദി ഇയർ. അടുത്ത ക്വസ്റ്റ്യൻ രഞ്ജൂസ് റോട്ട് എ ലെറ്റർ ടു യു ഡാഷ്. ഇവിടെ ആൻസർ വരുന്നത് ഡിഡിൻ്റെ ഹി ആണ്. അതായത് രഞ്ജൂസ് റോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് വരുന്നത്, പാസ്റ്റ് ടെൻസ് ഡിഡ്, അതിലൂടെ ഡിഡ്, അതായത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വരുന്നത്. ഡിഡിൻ്റെ രഞ്ജു ഹി, ഡിഡിൻ്റെ ഹി. അടുത്ത ക്വസ്റ്റ്യൻ സീനിയർ ഓഫീസേഴ്സ് റീച്ച്ഡ് ദ ആക്സിഡൻറ്റ് സ്പോട്ട് ഡാഷ് ടു റെസ്ക്യൂ ഓപ്പറേഷൻസ്. ആൻസർ വരുന്നത് സൂപ്പർവൈസ് എന്നാണ്. അതായത് ടുവിന് ശേഷം വെർബിൻ്റെ, അതായത് ടു ഇൻഫിനിറ്റീവ് ശേഷം V1 ആണ്, വെർബിൻ്റെ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അന്നേരം ഇവിടെ സൂപ്പർവൈസ് എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹർ ഹസ്ബൻഡ് റിട്ടേൺ ഫ്രം ഓഫീസ്. ആൻസർ വരുന്നത് വാസ് റീഡിംഗ് ആണ് വരുന്നത്. അതായത് വൺ പാർട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസുമാണ്, അപ്പോൾ അടുത്ത പാട്ടെന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് വാസ് റീഡിംഗ് ആണ് വരുന്നത്. അടുത്ത ആൻസർ ഇഫ് യു ഹാഡ് ഇനഫ് മണി യു ഡാഷ് എ കാർ. ഇവിടെ വരുന്നത് കുഡ് ബൈ എന്നാണ് ആൻസർ വരുന്നത്. അതായത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് മെയിൻ ക്ലോസിൽ, അപ്പോൾ നമ്മൾ വുഡോ ഷുഡോ കുഡോ പ്ലസ് V1 ആയിരിക്കണം വരുന്നത്. ആൻസർ കുഡ് ബൈ. അടുത്ത ക്വസ്റ്റ്യൻ ലൈക്ക് ക്യാൻ പാസ് ഡാഷ് ദ ക്ലാസ്. ഇവിടെ വരുന്നത് ത്രൂ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ക്ലാസ് ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻറ്റ് ഡാഷ് ഹി വാസ് ലേറ്റ്. വരുന്ന ആൻസർ ബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹർ അങ്കിൾ പ്രസൻറ്റഡ് ആണ് വരുന്നത്. അടുത്ത സ്മിത ഹാസ് ടു ഗോട്ട് എ ഡാഷ് എഗ്. ആൻസർ വരുന്നത് ടൂത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഡ്രിങ്കിങ് മേ കോസ് ആക്സിഡൻറ്റ് കെയർലെസ് ആണ് വരുന്നത്. സിനോണിം ഓഫ് ദ വേർഡ് ഷിവർ എന്ന് പറയുന്നത്, ഷിവറിൻ്റെ സിനോണിം എന്ന് വെച്ചാൽ ട്രെമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് എന്ന് വെച്ചാൽ കോമ്പൗണ്ട് വേർഡ് ഇവിടെ ലാപ്ടോപ്പാണ് വരുന്നത്. ആൻറ്റോണിം ചോദിച്ചിരിക്കുന്നത് ക്രൗഡഡിൻ്റെ ആൻറ്റോണിം ഡെസേർട്ട് ആണ്. അടുത്ത ലീന ഡാഷ് ദ ന്യൂ ഐഡിയാസ് അബൌട്ട് ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് പുട്ട് ഫോർവേഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ടേക്ക് ആഫ്റ്ററിന് നമ്മൾ ശേഷം എടുക്കുക എന്നാണ്. ടേക്ക് ഓൺ എന്ന് വെച്ചാൽ ഏറ്റെടുക്കുക, ടേക്ക് അപ്പ് എന്ന് വെച്ചാൽ എടുക്കുക, ടേൺ അപ്പ് എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുക എന്നാണ്. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ നെഗറ്റീവ് വെക്കുക, പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നേറുക, സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ പുറപ്പെടുക, ടേൺ ഓഫ് എന്ന് വെച്ചാൽ ഓഫ് ചെയ്യുകയാണ്. റോമ സ്റ്റാൻസ് ഡാഷ് ദ ബെഡ് ഓഫ് ഹർ മദർ. അരികിൽ എന്ന അർത്ഥത്തിൽ ബിസൈഡ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ മീനിങ് ഇഡിയം ഡച്ച് കറേജ്. ഫസ്റ്റ് കറേജ് അക്യൂർഡ് ബൈ ദ ഡ്രിങ്കിങ് ലിക്വർ ആണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് വാസ് വിൽ ഹാപ്പൻ എന്ന് വെച്ചാൽ പെസിമിസ്റ്റ് ആണ്. ശുഭാപ്തി വിശ്വാസക്കാരൻ എന്നാണ് പെസിമിസ്റ്റ് പറയുന്നത്.